തൃശൂർ പൂരം ഇങ്ങെത്തിക്കഴിഞ്ഞു. വീണ്ടും ആന എഴുന്നള്ളിപ്പിൽ പ്രതിസന്ധി എന്ന സൂചനയാണ് വരുന്നത്. വനംവകുപ്പിന്റെ പുതിയ സർക്കുലർ വരുന്നുണ്ട്. തൃശൂർ പൂരത്തിന്റെ ആനകളെ പരിശോധിക്കാൻ എത്തുന്നത് വലിയൊരു സംഘമാണ്. വനംവകുപ്പിന്റെ 8 RRT ടീമുകളും വയനാട് എലിഫന്റ് സ്ക്വാഡും പൂരനഗരിയിലെത്തും. ആന ഇഴഞ്ഞാൽ നിയന്ത്രിക്കാൻ കൺട്രോൾ റൂം തുറക്കും. MS ലിഷോയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ലിഷോയ്, വലിയ സംഘം എത്തുകയാണ്, വിപുലമായ പരിശോധന ഉണ്ടാകും, എല്ലാം ഉറപ്പാക്കുകയാണോ? തീർച്ചയായും ഹൈക്കോടതിയുടെ ഉൾപ്പെടെ കർശന നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളുണ്ട് തൃശൂർ പൂരത്തിനുൾപ്പെടെ ആന എഴുന്നള്ളിക്കുന്നതുമായി ബന്ധപ്പെട്ട്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് നിലവിൽ ഇത് സംബന്ധിച്ച പുതിയ സർക്കുലർ ഇറങ്ങിയിരിക്കുന്നത്. ഈ സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നത് പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ആണ്. ഈ ഉത്തരവ് പ്രകാരം ഏകദേശം 8ഓളം RRT സംഘങ്ങൾ ഇവിടേക്ക് എത്തുന്നുണ്ട്, തൃശ്ശൂരിലേക്ക് എത്തുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ആനയെ പരിശോധിക്കുന്ന ആനകളെല്ലാം തന്നെ, ഈ പൂരത്തിന് പങ്കെടുപ്പിക്കുന്ന ആനകളെല്ലാം തന്നെ കർശന പരിശോധനകൾക്ക് വിധേയമാക്കും. ഈ നേരത്തെ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഉണ്ടായിരുന്ന ഈ ആന എഴുന്നള്ളിപ്പിലെ നിയന്ത്രണങ്ങൾ അത് പാലിക്കുന്നുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഈ സംഘങ്ങളെല്ലാം തന്നെ എത്തുന്നത്. അതിൽ വിവിധ ജില്ലകളിൽ നിന്ന്, അതായത് 5 ജില്ലകളിൽ നിന്നുള്ള അസിസ്റ്റന്റ് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർമാർ ഉൾപ്പെടെയുള്ളവർ ഈ സംഘത്തിൽ ഉണ്ടാകും. അതിനോടൊപ്പം തന്നെ ഈ പ്രത്യേകം RRT വിഭാഗത്തിന് ഉൾപ്പെടെ പ്രത്യേകം കൺട്രോൾ റൂം തുറക്കും. കൂടാതെ ഈ എല്ലാത്തിന്റെയും, ഇവരുടെ ചില വാഹനങ്ങളുടെയും അതിനോടൊപ്പം തന്നെ ഇവരുടെ ഡിപ്ലോയ്മെന്റിന്റെയും ഇവരെ പല സ്ഥലങ്ങളിൽ വിന്യസിക്കുന്നതിന്റെയും എല്ലാം തന്നെ ചിലവ് ദേവസ്വങ്ങൾ തന്നെ വഹിക്കണം എന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്, ഈ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ ഈ കർശന നിബന്ധനകൾ ഉണ്ടായിരുന്നു. അതിൽ സർക്കാർ ഇളവ് നൽകിയിരുന്നു. പക്ഷേ അതിന് തുടർന്ന് പിന്നീട് വീണ്ടും ഇന്നിപ്പോൾ ഇറക്കിയിരിക്കുന്ന ഈ ഒരു സർക്കുലറിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഉണ്ട് എന്നാണ് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G. രാജേഷ് കുമാർ പറഞ്ഞത്. ഈ അദ്ദേഹത്തിന്റെ വാക്കുകൾ പ്രകാരം ഇത് ആന എഴുന്നള്ളിപ്പിനെ പ്രതിസന്ധിയാക്കും, പൂരത്തിനെ പ്രതിസന്ധിയിലാക്കും എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങൾ ഇപ്പോൾ ഉന്നയിക്കുന്നത്. എന്തായാലും ഇരു ദേവസ്വങ്ങളും നാളെ ചർച്ച വിളിച്ചിട്ടുണ്ട്. 2 വിഭാഗങ്ങളും പ്രത്യേകം ദേവസ്വം ഭാരവാഹികൾ ചർച്ച നടത്തും, ആന ഉടമകളുമായും ചർച്ച നടത്തും. തുടർ നടപടികൾ അതിനുശേഷമായിരിക്കും തീരുമാനിക്കുമെന്നാണ് ദേവസ്വം ഭാരവാഹികൾ പറയുന്നത്.